കുളി കഴിഞ്ഞു അല്ലേ? എത്ര വേഗം ഒരുങ്ങ്. ഇന്നല്ലേ നിന്റെ അണ്ണ സ്വന്തമായി തുടങ്ങുന്ന എക്സ്പോർട്ട് കമ്പനിയുടെ ഉദ്ഘാടനം. ഞാൻ എവിടെയും പോകുന്നില്ല. എന്താ, നിന്റെ അണ്ണൻ നിന്നെ ക്ഷണിച്ചില്ലേ? ക്ഷണിക്കാൻ ഉദ്ദേശിച്ച് കാണും. പക്ഷേ ഇപ്പം അണ്ണൻ്റെ ഫോൺ വന്നാൽ ഞാൻ സംസാരിക്കാറില്ല. അതെന്താ അങ്ങനെ? ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ ശത്രു എൻ്റെ ശത്രുവാണ്. അമ്മായിയമ്മയായിട്ട് സഹവസ്തി തുടങ്ങിയതിൻ്റെ ഫലം കാണാനുണ്ട്. പാതിവൃത്യം കൂടിക്കൂടി വരുന്നു. ഭാര്യയെ പരിഹസിക്കാം, പക്ഷേ പെറ്റമ്മയെ ഏതു നേരവും പരിഹസിക്കരുത്. പക വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പെറ്റമ്മയോടുള്ള പകയ്ക്ക് ഒരു ലിമിറ്റ് വേണം. എനിക്ക് പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു. ബാക്കി ബാലുവിൻ്റെ ഇഷ്ടം. മിനിസ്റ്റർ മുഹൂർത്തത്തിന് തന്നെ വരുമോ? ആ, ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന സ്ഥലത്തെല്ലാം ഓടിയെത്തുന്ന മന്ത്രിയാണ് അങ്ങേര്. ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നാലും 2 മണിക്കൂർ പ്രസംഗിച്ചു കളയും. പക്ഷേ മാലയുടെ വലിപ്പം നോക്കും. എടുത്താൽ പൊങ്ങാത്ത മാലയായിരിക്കണം. 4-5 പേർ ചേർന്ന് വേണം മാല പൊക്കി എടുത്ത് കഴുത്തിലിടാൻ. ഏകദേശം 15 മിനിറ്റ് മുമ്പേ വരാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ബാലു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തൊക്കെയായാലും നമ്മളൊരു കുടുംബമല്ലേ. കുടുംബത്തെ പറ്റി നീ സംസാരിക്കണ്ട. സ്വന്തം പെങ്ങളെ വിറ്റ് കാശാക്കുന്നവന് കുടുംബത്തെ പറ്റി സംസാരിക്കാൻ എന്താണ് യോഗ്യത? ബാലു, നീ വല്ലാതെ കുടിച്ചിരിക്കുക. നീ വരൂ, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട. പറയാനുള്ളത് എനിക്കാ. അതെ, ബാലു, ഇവിടെ നീ കൊളുത്തുന്ന നിലവിളക്കിലെ തിരി പോലും എന്റെ പണമാ. എന്റെ കമ്പനിയിൽ എവിടെയായിരുന്നു എന്നെ ചതിച്ച് ലക്ഷങ്ങൾ മോഷ്ടിച്ച് നീ സ്വന്തം കമ്പനി തുടങ്ങി. എന്നിട്ട് ഉദ്ഘാടനം പോലും കട്ട പണം കൊണ്ട് തുടങ്ങിയ കമ്പനിക്ക് സ്പാർക്ക് എന്ന പേര്. സ്പാർക്ക് എന്ന തീപ്പൊരി. എടാ, ഇതാളിപ്പെടുന്ന തീപ്പൊരി അല്ലടാ, അണഞ്ഞു പോകുന്ന തീപ്പൊരിയാ. ബാലു, സ്റ്റോപ്പ് ഇറ്റ്. ആളുകൾ വരാൻ സമയമായി. ഏത് സമയത്ത് മിനിസ്റ്റർ ഇവിടെ എത്തും? ഏത് മിനിസ്റ്റർ? 5 കൊല്ലത്തേക്ക് തലയിൽ വയ്ക്കുന്ന കിരീടം. അത് കഴിഞ്ഞാൽ തലയും കുനിച്ച് നടക്കേണ്ടി വരും. എടാ, ഈ മിനിസ്റ്ററാണോ നിന്റെ പെങ്ങളുണ്ടാക്കുന്ന ഫിഷ് മോളി വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ച് അവൾക്ക് പാചക ചൂടാമണി പട്ടം കൊടുത്തത്? ബാലു, പ്ലീസ്, ഈ നല്ല മുഹൂർത്തം അലങ്കോലപ്പെടുത്തരുത്. ഇവിടെ കെട്ടിയിരിക്കുന്ന ഈ ഷാമിയാനയും ഇതിനകത്ത് കിടക്കുന്ന ഫർണിച്ചറും എന്തിന്? പുതിയ കമ്പനിയുടെ CMD ആയി ഞെളിഞ്ഞു നിൽക്കുന്ന ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും എന്റെ പണാ, എന്റെ പണം. എന്നെ നശിപ്പിച്ച് എന്റേതായതെല്ലാം സ്വന്തമാക്കി ചതിയനായി ഇവൻ. നിങ്ങൾ എന്താ ഈ നോക്കിയിരിക്കുന്നത്? ഇവനെ പിടിച്ച് പുറത്താക്ക്. പണം കൊണ്ടുണ്ടാക്കിയതാണടാ ഇതെല്ലാം.
എനിക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. എന്നെ ചതിച്ചതാ. എന്നെ വിടാൻ. ആ, എടാ, ചതിയാ. എടാ, എന്നെ പറ്റിച്ച് പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ട് കേറടാ. ഇറങ്ങി വിടാ. പിടിക്കണ്ട. ആരാ അത്? വിടാൻ. പിടിക്കണ്ട. ബാലു അയ്യോ എന്തു പറ്റി? ആക്സിഡന്റ് വല്ലതും നടന്നോ? അയ്യോ മൂക്കിന്ന് ചോര വരുന്നുണ്ടല്ലോ. ആക്സിഡന്റ് അല്ല, അഹങ്കാരം. മദ്യപിച്ച് ലക്ക് കെട്ട് രാകേഷിന്റെ സ്പാർക്ക് എക്സ്പോർട്ട് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ബഹളം ഉണ്ടാക്കി. തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. രാകേഷ് ആയതുകൊണ്ട് സഹിച്ചു. പ്രയാസപ്പെട്ട് ഞങ്ങൾ കാറിൽ പിടിച്ചു കയറ്റി. വരുന്ന വഴി കാറിൽ വെച്ച് ഞങ്ങളെ തല്ലാൻ തുടങ്ങി. ചെറിയൊരടി ഞങ്ങളും കൊടുത്തു. കൊണ്ടത് മൂക്കിലായി പോയി, നീയാണോ അതുകൊണ്ടാണ് ബ്ലഡ് വന്നത്. മാറാ, മാറ്. പോ. ബാലു വരാൻ. ഓ, ബാലു സൂക്ഷിച്ചു. അയ്യോ അയ്യോ എന്റെ മോനെ എന്ത് പറ്റി? എന്നെ തൊട്ടുപോരുത്. എന്നെ മോനെന്ന് വിളിക്കരുത്. ഹേയ് പുട്ട് സം ഐസ് ഓൺ ദ നോസ് ഇമ്മീഡിയറ്റ്ലി. You go to hell. വരൂ, വിടാ, വിടാ. ഗോഡ് ഈസ് ഗ്രേറ്റ്. എന്താ ആൽഫ്രഡ് പറഞ്ഞത്? എന്റെ മോന്റെ മൂക്കിന്ന് രക്തം വരുമ്പോ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാ? ബ്ലഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ബാലു ഡ്രിങ്ക്സ് ലിക്കർ. വല്ലപ്പോഴും 2 പെഗ്ഗരന്ന് എനിക്കും വാങ്ങിക്കാമല്ലോ. ബാലസുബ്രഹ്മണ്യത്തെ പോലെ റിച്ച് മെൻ കുടിക്കുന്ന മദ്യവും റിച്ച് ആയിരിക്കും. That's why I said God is great. വിടാൻ, വിടാൻ. Your brother cheated me. Okay, okay. Hey, വിടാൻ. എന്നെ ആരും തുടണ്ട. എന്നെ ആരും തുടണ്ട. എന്നെ എല്ലാരും പറ്റിച്ചു. ആരും കൊല്ലും. ബാലു പ്ലീസ് വിടാൻ. കിടക്ക്. വിടാൻ. വിടാണ്ട. എന്നെ പറ്റി പറ്റിച്ചു. എല്ലാരും അമ്മ അധികം ആളുകളെന്ന് ഞാൻ ക്ഷണിച്ചില്ല. മന്ത്രി വന്നു, പക്ഷെ ലേറ്റായി. ഓഡിയൻസ് കുറഞ്ഞു പോയതിൽ മന്ത്രിക്ക് അല്പം വിഷമമുണ്ടായെന്ന് തോന്നുന്നു. ഫംഗ്ഷൻ കൂടുതൽ ഗ്രാൻഡായ അസൂയാലുക്കളുടെ മനോവിഷമം കൂടും. നമ്മളെന്തിനാ പാവങ്ങളെ വിഷമിപ്പിക്കുന്നേ? ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഉദ്ഘാടനം കെങ്കേമമായി നടന്നെന്ന് ബാലുവിന്റെ മൂക്കിൽ നിന്ന് ഒഴുകിയ രക്തം കണ്ടപ്പോ മനസ്സിലായി. രക്തോ? ബാലുവിന്റെ മുക്കിൽ? വന്നു കാണും. മൂക്കറ്റം കുടിച്ചപ്പോ മുഖമടിച്ച് വല്ലയിടത്തും വീണ് കാണും. വീണതല്ല, അണ്ണന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ളവർ മുഖത്തിടിച്ചതാണ്. ആ കാര്യം അവര് തന്നെ സമ്മതിച്ചു. എടി, ബാലു മദ്യപിച്ച് ലെവലില്ലാതെ ഉദ്ഘാടന സ്ഥലത്ത് വന്ന് കാണിച്ച കോപ്രായങ്ങളൊന്നും നീ കണ്ടില്ലല്ലോ. എന്റെ സർവ്വമാനവും പോയി. ഉദ്ഘാടനത്തിനായിട്ട് വലിച്ചു കെട്ടിരുന്ന റിബൺ വരെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ബാലുവിനെ ഞാൻ ജീവനോടെ വിട്ടയച്ചത് നിന്നെ ഓർത്തിട്ട് മാത്രമാണ്. അണ്ണം പതിവായി ധരിക്കുന്ന ആ നന്മയുടെ മുഖംമൂടി സ്വന്തം അനിയത്തിയുടെ മുമ്പിലെങ്കിലും എടുത്ത് മാറ്റണം. ഇത്രയും വലിയ രീതിയിൽ ഒരു കമ്പനി തുടങ്ങാൻ അണ്ണൻ എവിടുന്ന് പണം കിട്ടി? എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് സമ്പാദിച്ചത്. പിന്നെ എന്റെ അധ്വാനം കൊണ്ട് മാത്രം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സാരി സെന്റർ വിറ്റ് കിട്ടിയത്. അച്ഛൻ വരുത്തി വെച്ച കടം വീട്ടാനാണെന്ന് പറഞ്ഞു മാത്രം എത്ര ലക്ഷം രൂപ അണ്ണൻ എന്റെ ഭർത്താവിൽ നിന്ന് തട്ടിയെടുത്തു. ഭർത്താവ്? എന്നു മുതലാടി നിനക്ക് ഭർത്താവ് ഉണ്ടായത്? ബാലു എങ്ങനെയാ നിന്റെ ഭർത്താവ് ആയത്? എന്റെ പൊന്നനിയത്തി ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ വലിപ്പം കണ്ടിട്ട് കഴിഞ്ഞതെല്ലാം പെട്ടെന്ന് മറന്നു കളയരുത്. ഞാനൊന്നും മറന്നിട്ടില്ല. അണ്ണനാ കഴിഞ്ഞതെല്ലാം മറന്നത്. എടി, തുടക്കത്തിലെ ഞാൻ നിന്നോട് പറഞ്ഞു വലിയ പതിവ്രതയൊന്നും ചമയരുതെന്ന്. ബാലുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് അവനെ കൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. നമ്മുടെ കുടുംബത്തിന്റെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി, എനിക്കും നിനക്കും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി. കൂടുതൽ മര്യാദക്കാരി ആവണ്ട എന്റെ മുന്നിൽ. ഒരു ദിവസം അവൻ ഇറക്കി വിട്ടാലും നിനക്ക് ഇങ്ങോട്ട് തന്നെ വേണ്ടേ വരാൻ? ഇല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും അണ്ണന്റെ നിഴലിലേക്ക് ഈ ഹേമ വരില്ല.
സ്വന്തം മകൾക്കൊരു മേൽഗതി വരട്ടെ എന്നല്ലേ പെറ്റതള്ള വിചാരിക്കൂ. മരുമകന് സ്വത്ത് കിട്ടിയ അത് മകൾക്ക് കിട്ടിയ പോലെ തന്നെയല്ലേ. അവരവർക്ക് അവരവരുടെ മക്കളല്ലേ വലുത്. ആ സുകുമാരനെ നമ്മളൊന്ന് പൊക്കി വിട്ടാൽ അവൻ ആകാശം വരെ അങ്ങ് പൊങ്ങും. നല്ല കാര്യം നടക്കണമെങ്കിൽ അതിനു വേണ്ടി അല്പം കള്ളം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ അല്പസ്വല്പം കള്ളം പറഞ്ഞു. പക്ഷെ സ്വന്തം മകള് പോലും അമ്മയുടെ കൂടെ നിന്നില്ല. ഇപ്പോഴെന്തായി? സ്വത്ത് കിട്ടിയോ? ഇല്ല. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ചീത്തയാവുകയും ചെയ്തു. വാടക വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരിക്കും വിധി. അനുഭവിക്കുക, അല്ലാതെ എന്താ വഴി? കുറുരമേ, കുറുരമേ, കുറുരമേ. കുറുരമേ, കുറുരമേ, കുറുരമേ. കുറുരമേ. ഇടുങ്ങോട്ട് പോടോ. എടാ, എന്താ നീ എന്നെ വിളിച്ചത്? കുറുരമേന്ന്. നിന്നോട് ആര് പറഞ്ഞു ഈ വീടിനകത്ത് കയറി വരാൻ? അമ്മ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും. സമ്മതം ചോദിക്കാതെ എപ്പോഴും എവിടെയും കയറി ചെല്ലും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. എന്താ നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. അതല്ലേ ഞാൻ ധൈര്യമായി കുറുരമേന്ന് വിളിച്ചത്. ഭഗവാനെ, കളി കാര്യായോ? എന്തിനാ നീ വന്നത്? കുറുരമ്മ സഹായിക്കാൻ. ഗുരുവായൂർ സത്രത്തിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? സത്രത്തിൽ വെച്ച് ഞാൻ കണ്ടതേ സാക്ഷാൽ ഉണ്ണികൃഷ്ണനെയാണ്, അത് നിന്നെയല്ല. നീ ഏതോ അഹങ്കാരി ചെറുക്കൻ. കുറുരമ്മ കംസന്റെ ഭാഷയിൽ സംസാരിക്കരുത്, മൃദുവായി സംസാരിക്കണം. ഞാൻ വീട്ടുജോലി ചെയ്യാൻ വന്നതാ, എനിക്ക് ശമ്പളം ഒന്നും വേണ്ട. എടാ കൊച്ചനെ, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ വെറും കയ്യോടെ കയറി വരില്ല. കയ്യിലോടക്കുഴലും തലയിൽ പീലിക്കിരീടവും കാണും. രണ്ടും ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എടുക്കാൻ മറന്നുപോയതാ. അത് രണ്ടും കണ്ടാലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്തോണ്ട് വരാം. അത് ശരി. അപ്പൊ നീ എന്നെ പറ്റിക്കാൻ തന്നെ വന്നതാണല്ലേ? എന്നാ കേട്ടോ, ഗുരുവായൂരിലെ സത്രത്തിൽ ഉറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ എന്റെ സ്വപ്നത്തിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളവാ. ഇത് കലികാലം അല്ലടാ കൊച്ചനെ. ഈ കാലത്ത് ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമോ? എന്റെ അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ബഹുമാനം ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒരു പുളു അടിച്ചതല്ലേടാ. നീ ശ്രീകൃഷ്ണനുമല്ല, ഞാൻ കുറൂരമ്മയല്ല. വരട്ടെ. നിങ്ങളുടെ നാവിന്ന് തന്നെ ഇത് കേക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ പയ്യനെ അയച്ചത്. നിങ്ങൾ ഒരുപാട് നിന്നങ്ങ് ചിരിക്കണ്ട. എടാ കൊച്ചനെ, എനിക്ക് കാലിന് നല്ല വേദനയുണ്ട്. സഹായത്തിന് ഒരാള് വേണം. അതുകൊണ്ട് നീ ഇവിടെ ജോലിക്ക് നിന്നോ. പുറം ജോലി മാത്രം ചെയ്താ മതി. പക്ഷെ ഒരു കാര്യം, ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളും പറക്കി ഓടിക്കളയരുത്. എനിക്ക് മനസ്സില്ല. ഒരു കുറൂരമ്മ പോലും കുറൂരമ്മ. ഓ വാവോ, തങ്കക്കുടം വാവോ. നിന്നെയും കുഞ്ഞിനെയും കാണാൻ ഓടിക്കളിച്ച് വരുവാ ഞാൻ. പ്രഭമോളെ, അയ്യോ എന്റെ കുഞ്ഞിനെ ഒന്ന് ഇങ്ങ് താടി. മോളെ ലക്ഷ്മി, ലക്ഷ്മി, എന്റെ പൊന്നുമോളെ ഒന്ന് കാണിച്ചു താടി. മുറ്റം തൂക്കാൻ ഇപ്പോഴൊന്നും ഇറങ്ങല്ലേ.
എന്താ ചേച്ചി? എന്റെ കുഞ്ഞിനെ കാണാൻ അന്ന് എന്റെ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്ന് എടുത്തോണ്ട് പോയ ആ രാജമ്മ അമ്മൂമ്മ വന്നിട്ടുണ്ട്. തുറക്കടി. ഞാനവരെ നോക്കിയിരിക്കായിരുന്നു. ചൂലെടുത്ത് 2 കൊടുത്തു വിടാൻ. മോളെ പ്രഭേ, എന്തിനാ മോളെ നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? മോളെ പ്രഭേ, വാതിലുറക്ക്. അന്ന് ഞാനല്ല, നിന്റെ അമ്മായിയമ്മ സരോജാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. ഞാൻ പറഞ്ഞത് സത്യ മോളെ. പ്രഭ അവൾക്കെതിരെ ഒരു കേസ് കൊടുക്ക്. പ്രഭമോൾക്ക് അനുകൂലമായി കോടതിയിൽ സാക്ഷി ഞാൻ പറയാം. വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഞങ്ങളെ പേടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? എന്തിനാ മോളെ എന്നെ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മായിയുടെ അമ്മയല്ലേ? ദേ മോളെ, ഞാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഗുരുവായൂരിലെ പഞ്ചസാര, കളഭം, മൂകാംബികയിലെ ത്രിമധുരം, കുങ്കുമം, വീരഭദ്രസ്വാമിയുടെ ഭസ്മം. ഒന്ന് തുറക്കു മോളെ. കുഞ്ഞിന് ചോറ് കൊടുക്കുന്നവരെ പ്രസാദൊന്നും കൊടുക്കാൻ പാടില്ല. അത് സാരല്ല, നീ കഴിക്കേ. നീയും എന്റെ കുഞ്ഞന്നെയല്ലേ മോളെ? കഥക് തുറക്കു മോളെ. മോളെ മോളെ പ്രഭേ, പ്രഭ മോളെ, വാതിലൊന്ന് തുറക്കടി മോളെ. ഞാൻ ആ കൊച്ചുമോളുടെ മുഖം ഒന്ന് കണ്ടോട്ടെ. ഞാൻ ആ കുഞ്ഞിനെ സ്വപ്നം കാണാത്ത ദിവസല്ലേടി മോളെ. ആ വാതിലൊന്ന് തുറക്ക് മോളെ. അടുക്കള മോളെ, ഞാൻ നിനക്ക് സ്നേഹപൂർവ്വം 50 രൂപ തന്ന് സഹായിച്ചതല്ലേ? ആ അടുക്കള വാതിലെങ്കിലും ഒന്ന് തുറക്കടി മോളെ. പ്രഭ മോളെ, ദേ ഞാനിവിടെ നിന്നാലേ കുഞ്ഞിനെ നോക്കാൻ ഒരാളായി. അടുക്കള പണി ഞാൻ തന്നെ ചെയ്തോളാം. പ്രഭ മോളെ, തുറക്കടി മോളെ, ഒന്ന് തുറക്കടി. ഇതാ നിങ്ങൾ എനിക്ക് തന്ന 50 രൂപ. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. അയ്യോ അയ്യോ, എന്റെ പൈസയും കളഞ്ഞല്ലോ. അവിടെ അടി അടി അടി. അയ്യോ എടി, തുറക്കടി തുറക്കടി മോളെ. അയ്യോ, ആ ഇതടച്ചതേ അപ്പുറത്ത് തുറക്കാനാ. മോളെ മോളെ, പ്രഭേ, ദേ പ്രഭേ, തുറക്കടി. അപ്പൊ തൽക്കാലം തുറക്കാനുള്ള ഉദ്ദേശമില്ല അല്ലേ? വേണ്ട, ഞാൻ കണ്ടോളാം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി? കൃഷ്ണ കൃഷ്ണ